ഹലോ, അളിയോടെ വീട്ടിലാ? ഞാൻ ഇവിടെ വീടിൻ്റെ പുറത്തുണ്ട്. എടാ ഒരു കാര്യം പറയാൻ വന്നേ, ഒന്നും കൂടി വാ. ഇവിടെ ഉണ്ട്, അത്യാവശ്യം പെട്ടെന്ന് വാ. ഓക്കെ. വാ. നീ എന്ത് വീട്ടിലോട്ട് വരാത്തെ? അല്ല, ഞാൻ ഒന്നുമില്ല, ഒരു കാര്യം പറയാൻ വന്നേ. എന്തൊരു കാര്യം കാര്യം വീട്ടിൽ വന്നിരുന്നാ പറഞ്ഞാൽ പറ്റൂല. ഞാൻ ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചോണ്ട്. എവിടുന്ന്? എന്ത് പുതിയ ഡ്രസ്സൊക്കെ? വല്യമ്മേന്റെ മോൻ വന്നിട്ടുണ്ടായിന്. ദാരിദ്ര്യം പറഞ്ഞ അവൻ്റെ ഒന്ന് അടിച്ചു കയറ്റി. എന്തൊരു കാര്യം പറയാൻ വന്നത്? എടാ നീന്നേ ഫ്രീ ആണോ? ക്ലാസ് ഉണ്ട്. ക്ലാസ്സാ? എത്ര മണി വരെ? വൈകിട്ടൊരു 3-4 മണി വരെ കാണും. പോയി കംപ്ലീറ്റ് പോയി. എന്തായിരുന്നു? എടാ ഒരു ഇംഗ്ലീഷ് പടം ഇറങ്ങിയില്ലേ? ഓ, ആക്ഷൻ പടം. അതന്നെ. എല്ലാവരും സൂപ്പർ പടം പറഞ്ഞായിരുന്നു. ഞാൻ വിചാരിച്ചു നമുക്ക് രണ്ടാ കൂടി ഒരുമിച്ച് പോവാന്ന്. ഇന്ന് പോകാൻ പറ്റൂലല്ലേ, ക്ലാസ് ഉണ്ട് എനിക്ക്. എന്നാ പിന്നെ പോവാ. ഒരു കാര്യം ചെയ്യടേ, നീ പോയല്ലേ? സാറല്ല, പ്രശ്നം എന്താണെന്നറിയോ? പ്രശ്നം എന്താണ്? പൈസ ഇല്ല. ഇങ്ങനെ വരട്ടെ, ചുമ്മാ അല്ല. നീ പോലെ എന്ത് പറയാനാ, നമ്മളെ ആഗ്രഹം സാധിച്ചു തരാൻ ആരും ഇല്ല. ആകെ കയ്യിലുണ്ടായിരുന്ന ഒരു 300 റുപ്യ ഉണ്ടായിരുന്നു. അത് അമ്മയ്ക്ക് കൊടുത്ത് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. എടാ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ രണ്ടാളും കൂടി പോകുമ്പോൾ ഫുഡൊക്കെ ഇടിച്ച് ഇങ്ങനെ സിനിമയൊക്കെ കണ്ട് ഭയങ്കര ത്രില്ലല്ലേ? സംഭവമൊക്കെ ശരിയാണ്. എടാ കാശില്ലടാ, അച്ഛൻ വരണം. നീയാ എന്ത് രണ്ടും കൂടെ പ്ലാനിങ്? വല്ല വീട് വൃത്തിയാക്കരാ, തോടടിച്ച വരലൊക്കെ തന്നെ? അതൊന്നും ഇല്ലെങ്കിലേ ഞാൻ ചുമ്മാ അവനൊന്ന് കാണാൻ വന്നേ. നീ കൊള പോലടാ. പോണം. ഇവിടെ പോ നോക്ക്. അച്ഛാ പിന്നെ ഒരു 500 രൂപ കിട്ടൂ. എന്തിന്? എവന് കൊടുക്കേ? നിനക്കെന്താ പൈസ? വീട്ടില് ദാരിദ്ര്യം വെച്ചാ ഫുള്ള് ദാരിദ്ര്യം. അവന് ദാരിദ്ര്യം ഇവിടെ ഒന്ന് പണിക്കിടാ. ഞാൻ മാസം 10,000-2000 തരാം. പണിയെടുത്തവന് വേറെ അസുഖം ഉണ്ട് അല്ലടാ? എന്ത് പണിയെടുത്ത? അല്ല, സിനിമയ്ക്കെല്ലാം പോയായിരിക്കും അല്ലേ? ഞാൻ അപ്പോൾ 1000 രൂപ കൊണ്ടുപോയത്. പാല് വാങ്ങിച്ചപ്പോൾ ചില്ലറ 500 രൂപയായി. ബാക്കി 500 രൂപ ഉണ്ട്. ഞാൻ കൊടുക്കാം. ഞാൻ തിരിച്ചു തരാം കേട്ടാ. തിരിച്ചു തിരിച്ചു തരണം. അവൻ തരും. ആളത്ര ശരിയല്ലല്ലേ, കള്ള ലക്ഷണോ? അങ്ങനെയൊന്നുമില്ല അങ്കിൾ. അങ്കിളാ? അച്ഛനാ? അല്ല, ഇവന്റെ അച്ഛനല്ലേ? അപ്പൊ എന്റെ അച്ഛനല്ലേ? അല്ലേ അച്ഛാ? അറിയണ്ട. ഇല്ല. അങ്കിളേ നല്ലൊരു മനുഷ്യനല്ലേ? അച്ഛൻ നല്ല മനുഷ്യനാന്ന് എനിക്കറിയാം. നീ പ്രത്യേകം പണേണ്ട കാര്യമില്ല കേട്ടാ. നിന്റെ വഴവഴമ്പ സംസാരിക്കും ദാരിദ്ര്യം പറച്ചല്ലോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടല്ലേ. എന്തൊക്കെ പറഞ്ഞാലും കേശു എനിക്ക് ഭയങ്കര ഇഷ്ടാ. നല്ല കാര്യം. നീ ഒരു കാര്യം നീ ചെല്ലേ, ഞാൻ പോണം. ഒരുമിച്ച് പോവാ. ഞാൻ എന്തായാലേ അല്ലെങ്കിൽ ഈ പൈസ വെക്കാം, നമുക്ക് രണ്ടാ കൂടി ഒരുമിച്ച് എപ്പോഴെങ്കിലും പോവാം. എടാ നടക്കണ കേസല്ലടാ, എനിക്ക് പോണം, കോളേജിൽ പോണോന്ന്. നീ പോക്കോ, നീ ഒറ്റയ്ക്ക് പോക്കോ, കുഴപ്പമില്ല. ഉച്ചയ്ക്ക് എത്ര മണി വരെ ക്ലാസ് ഉണ്ട്? ഉച്ചക്കേ? അല്ല, വൈകുന്നേരം 3 മണി 4 മണി വരെ ഉണ്ട്. എടാ നീ ഒരു 2 മണിയാകുമ്പോൾ ഇറങ്ങി തിയേറ്ററിന്റെ മുന്നിൽ നിൽക്കുക. അപ്പൊ എങ്ങനെ 4 മണി വരെ ക്ലാസ് ഉള്ളപ്പോ ഞാൻ 2 മണിക്ക്? 2 മണിക്കൂറല്ലേ മിസ്സാക്കണ്ടോ? എന്താ സംസാരിക്കും? നമ്മള് എന്താടാ നമ്മള് പാറുവിനെ പഠിപ്പിക്കുന്നതിന്റെ കാര്യം സംസാരിച്ചോണ്ടിരുന്നേ. അതെ, പറഞ്ഞ കാര്യം പറ. മക്കളെ നീ പോടാ, നമുക്ക് പോവാ. നീ പോടാ. വരണ്ടേ? പോയി മുട്ടായി വാങ്ങിച്ചോണ്ടോ? ഞാനാ? പാറിന്റെ അടുത്ത് ദേവി ഏത് ദാരിദ്ര്യം പറയല്ലേ, അവളെടുത്തും പറയല്ലേ. കൊച്ചു പിള്ളേരാണ്, ദാരിദ്ര്യം പറയല്ലേ പൊന്നുമോനെ. എടാ ഇല്ലാത്തതിന് മാത്രമേ അതിന്റെ വിഷമം മനസ്സിലാവും കേട്ടാ. ഇല്ലാത്തവരുടെ കാര്യം ഓക്കെ, ദാരിദ്ര്യം പിടിച്ചവരുടെ കാര്യം ഓക്കെ, അവരെയൊക്കെ നമ്മൾ മാനിക്കണതാണ്. പക്ഷെ നിന്നെപ്പോലുള്ള വമ്പന്മാരാണ് അതിന്റെ ഇടയിൽ കയറി നൈസിൽ മൊത്തത്തിൽ വീഴുന്നത്. ലാസ്റ്റ് അവർക്കും കിട്ടേണ്ടത് കിട്ടാതാവും. എങ്ങനെ? എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് കേശുവിനെ ഭയങ്കര ഇഷ്ടമാ. ചിന്നച്ചേട്ടൻ കള്ളനാ. ആര് പറഞ്ഞു? കേശേട്ടൻ പറയുന്ന കേട്ട്. പക്ഷെ നല്ല ഫ്രണ്ടാന്നൊക്കെ. അതാണ് കണ്ടാ, കേശു അങ്ങനെ പറയും. നല്ല ഫ്രണ്ടാണ്. പോവാ. എടാ പറഞ്ഞ കാര്യം എന്തൊരു നോക്കാം. എടാ നടയടാ, തിരിഞ്ഞു നോക്കി നടക്കാം. നേരെ നട ഓടാ. നോക്കട്ട്. മോളുടെ ചേച്ചി മുംബൈയിലല്ലയോ? ആമ്മ. നാട്ടിലോട്ടൊക്കെ വരാറുണ്ടോ? വല്ലപ്പോഴും വരും. ശാർക്കരയൊക്കെ വല്ലപ്പോഴും വന്നിട്ട് പോകും. അവള് കല്യാണം കഴിഞ്ഞ് പോയിട്ടേ 4-5 വർഷമായി. മോളെ വിളിക്കാറൊക്കെ ഉണ്ടോ? വല്ലപ്പോഴൊക്കെ വിളിക്കും. അമ്മ അച്ഛനാണെങ്കിൽ വിളിക്കാറേ ഇല്ല. അച്ഛനാണെങ്കിൽ തീരെ വിളിക്കാറില്ല. എല്ലാം ശരിയാവും മോളെ. എന്ത് ശ്രീ? എന്ത് 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 എന്താടാ? എന്തോ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന്. അമ്മ വല്ലതും കഴിച്ചായിരുന്നോ? അതിന് കഴിക്കാൻ സമയമായില്ലല്ലോ. കഴിക്കാൻ സമയമില്ലല്ലോ പറയുന്ന പോലെ. അമ്മൂമ്മയുടെ ഫോൺ വിളിക്കുന്നു. വിളിക്ക ഫോൺ ഇറങ്ങിയാണെന്ന്.
പടവലത്തുനിന്നായിരിക്കും. അയ്യോ, ഞാൻ പോയി നോക്കട്ടെ. ആ കുട്ടുവമ്മ ബാ കളിക്കാം. ഈ കൊച്ചിന് എപ്പോൾ കണ്ടാലും കളിക്കാൻ പോകുന്നു. വടിയിലും അതാ പാറക്കുഞ്ഞമ്മ വിളിക്കുന്നു. മകളെ ചെന്ന് കളിക്കും. കുട്ടാമേ വന്നാലേ കളിക്കത്തുള്ളൂ. പാറക്കുഞ്ഞമ്മ ഉണ്ടല്ലോ, പാറ മക്കളെ കൊണ്ടുപോകും കളിക്കാൻ പോകും. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുവാണോ? ഏത് നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുവാണോ? അതവിടെ നിന്നും പോയി. മകളെ ചെല്ലേ കളി, നിങ്ങൾ രണ്ടുപേരും പോയി കളിക്കാമല്ലോ. പോവില്ലേ? എന്താ വിളിച്ചത്? എന്താ വിളിച്ചത്? എന്ത് വിളിച്ചേ? എന്ത്? എടേ ഭയങ്കര മൂഡ് ഓഫ്. നമുക്ക് ഒന്ന് പുറത്തു പോയാലോ? ആ പുറത്തു പോവാം, നമുക്ക് എല്ലാരും കൊണ്ടുപോവാം. എല്ലാരും കൊണ്ടുപോകണു? എല്ലാരും പോണ്ട, നമുക്ക് മാത്രം പോയാൽ മതി. എന്നാ പിള്ളേരെ കൊണ്ടുപോവാം. എടേ പിള്ളേരെ കൊണ്ട് പിന്നെ പോ, നമ്മൾ മാത്രമായിട്ട് പെടുത്തുന്നതാണ്. ഓ അങ്ങനെ. എടാ ഓ 10:30 ആകുമ്പോഴേ മീൻ വരും. 10 മണി 10 മണി കഴിയുമ്പോ മീൻ വരും. ആ അവൻ മേടിച്ചു വെച്ചേക്കണം കേട്ടാ. ആ ഞാൻ പൈസ കൊടുത്തേക്കാം, അളിയെ വാങ്ങിച്ചോളും. നീ പൈസ ഒന്നും കൊടുക്കണ്ട, പൈസ നമ്മൾ കൊടുത്തോളാം. നീ ഒന്ന് വാങ്ങിച്ചു വെച്ചാൽ മതി. അല്ല വാങ്ങിക്കാൻ വേണ്ടിട്ടേ ഞങ്ങളൊന്ന് പുറത്തു പോവായിരുന്നു. പുറത്തു പോണോ? ഓ എപ്പോ? ഇപ്പം. അപ്പൊ നിങ്ങൾ നേരത്തെ തീരുമാനിച്ചത്? ഇല്ല, നേരത്തെ നീ പറഞ്ഞില്ലായിരുന്ന? ഞാൻ മറന്നുപോയി. അവള് മറന്നുപോയി. ബാ സമയം ഇപ്പോ. എവിടെയാ പോണേ? എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് പെരുമ്പാവൂരിന്ന്. ആണോ? ആ അപ്പൊ അവനെ കാണാൻ വേണ്ടിട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. എവിടെ? ഗൾഫിൽ നിന്ന് വന്ന ഫ്രണ്ടാ? ഗൾഫിൽ നിന്ന് വന്ന ഫ്രണ്ട്. എന്താ അയാളുടെ പേരെന്ത്? പേര് ശശികാന്തൻ. എവിടെ പോണു അമ്മ? എവിടെ പോണു നിങ്ങള്? മൂവാറ്റുപുഴ. ഇപ്പൊ പെരുമ്പാവൂരെന്നല്ലേ പറഞ്ഞ എന്നോട്? ഏതാ? എന്നോട് പറഞ്ഞ മൂവാറ്റുപുഴ പോണെന്നല്ല, പെരുമ്പാവൂരാണെന്നല്ല പറഞ്ഞ. ആ പെരുമ്പാവൂര് വഴി മൂവാറ്റുപുഴ ഇല്ല, പോകാം. രണ്ട് സ്ഥലമാണ്. ഏതാ? ആരെ കാണാൻ പോണ്? നിനക്ക് എന്തൊക്കെ അറിയണോടെ? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? അല്ല ഉണ്ട്. ശശികാന്തൻ മാമനെ കാണാൻ പോണാ? സത്യം മാമൻ എപ്പോ അയാൾ മാമനായത്? മാമൻ പറയല്ലേ, മാമന്റെ മാമനാകുമ്പോ മാമനെ പോണം. മാമ ചേച്ചി എവിടെ പോണമ്മ ഇവര്? യവനെ കൊണ്ട് വല്ലാതെ ശല്യം. പറടാ, എന്തേ നിനക്ക്? അമ്മാ അമ്മോയ്, ഞാൻ ഇറങ്ങണേ അമ്മ. അത് ശരി, ഇതുവരെയായിട്ട് പോയില്ലേ? നീ കുറെ നേരം കൊണ്ട് ഇറങ്ങണം തൊട്ട് പോയില്ലേ ഇതുവരെ? അല്ല അമ്മ, ഈ ഫണ്ടൊന്നും കയ്യിലില്ലേ? ഏത് ഫണ്ട്? അല്ല ഈ ഫണ്ട്. ഇവിടുന്ന് ബസ്സിൽ കയറുക, കോളേജിൽ പോയി ഇറങ്ങുക, അവിടെ നിന്ന് തിരിച്ച് ബസ്സിൽ കയറുക, വീട്ടിലിവിടെ വരാം. അത് അതിന് ഫണ്ടെന്തിന്? വട്ടച്ചെലവിനല്ലോ വേണ്ടമ്മ. ഓ അട്ടച്ചെലവിനുള്ള കാശ് നിന്റെ ഉണ്ട് കേട്ടാ. അല്ല അതെന്റെ ഉണ്ട്, പക്ഷെ അമ്മ എൻ്റെ തന്നു കഴിഞ്ഞാൽ എൻ്റെ ഉള്ള പൈസ അവിടെ തന്നെ ഇരിക്കുമല്ലോ. അമ്മ എനിക്ക് പൈസ തരുമ്പോളേ ഒട്ടച്ചെലവിന് തരാൻ അവിടെ ആളിരിപ്പുണ്ട്, ചെന്ന് മേടിച്ചോ. അച്ഛനാ? ചെല്ലടാ. ഞാൻ എല്ലാം കേട്ടോണ്ടാണ് അവിടെ ഇരുന്നത്. എൻ്റെ 500 രൂപ ഇടറാ. 500 എന്തിനു മേടിച്ചത്? എന്തിനാ 500 രൂപ മേടിച്ചത്? എന്തിനമ്മ ഇതൊരുമാതിരി കൊച്ചു പിള്ളേർക്ക് ചോദ്യം ചോദിക്കണമല്ലോ? ഞാൻ ഒന്നുമില്ലല്ലോ, ഒരു കോളേജ് കുമാരനല്ലേ? പറയടാ, 500 നീ എന്ത് ചെയ്ത്? അത് ഞാനും അച്ഛനും നമ്മുടെ ഡീലിങ്സ് ആകുമ്പോൾ ഞാൻ അച്ഛനെ പൈസ അയച്ചു കൊടുക്കും. മോനെ കേശു, എന്താ 500 രൂപയുണ്ട്, ആവശ്യമില്ലാതെ ചെലവാക്കി കളയരുത്. മാമി എന്താണ് പൈസ കൊടുക്കണത്? എടാ, അവന് കുറച്ചായി ഞാൻ പൈസ ഒക്കെ കൊടുത്തിട്ട്. താങ്ക് യു അമ്മൂമ്മ. എൻ്റെ പൈസ പത്തരും. അച്ഛൻ്റെ പൈസ അച്ഛൻ എനിക്കാണ് തന്നെ. പിന്നെ അവൻ്റെ കയ്യിൽ നേരിട്ടല്ലേ അച്ഛൻ കൊടുത്തേ. അവൻ്റെ നേരത്തെ കൊടുത്തെങ്കിൽ നീ എന്നെ പൈസ വാങ്ങിച്ചത് തന്നെ. അതല്ല ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ചു തരാന്ന്. അപ്പൊ നീ തിരിച്ചു തരണം. ഓ തരാ. അവരെ തിരിച്ചു തരേണ്ടത്. അല്ല ഞാൻ തിരിച്ചു തരാം. അവൻ തിരിച്ചു തരുമ്പോ അല്ല വേണ്ട, ഞാൻ അച്ഛൻ തിരിച്ചു തരാം. ആ ചേട്ടൻ തിരിച്ചു തരുമോ പൈസ? അച്ഛാ, അവൻ്റെ കാര്യം ഭയങ്കര കഷ്ടം പിടിച്ച കേസാണ്. അവൻ അങ്ങനെ പൈസ മേടിച്ചിട്ട് പോയി ഞാൻ ചോദിക്കാറൊന്നുമില്ല. അവൻ തന്നാ അത്ര തന്നെ. അവൻ്റെ അച്ഛനാണെങ്കിൽ സെക്യൂരിറ്റി പണിക്കാണ് പോണത്, അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും വയ്യ. മാസം അമ്മയ്ക്ക് മരുന്ന് മേടിക്കുന്നതിന് എല്ലാം കൂടെ കുറേ പൈസയും. ഓരോരുത്തരുടെ കഷ്ടങ്ങളൊക്കെ കേൾക്കുമ്പോഴേ നമ്മൾ സ്വർഗത്തിലാണ് ജീവിക്കണം തോന്നുന്നു. അല്ലേ മാമി? ഞങ്ങൾ പോയിട്ട് വരാം. എവിടെ പോണ്ടേ? പുറത്ത്. കുട്ടാമ്മ ജംഗ്ഷൻ വരെ ഞാനും കൂടെ കാണും. എവിടെ പോണെന്ന് പറഞ്ഞിട്ട് വയ്ക്കൂടെ? ഒരു അത്യാവശ്യം വന്നാൽ പുറത്ത് പോകണ്ടേ? ഇതെന്തോന്ന് ഒരു കാര്യം വന്ന് പുറത്ത് പോകുമ്പോഴത്തേക്ക് എല്ലാവരും തത്തിക്ക് ചോദിച്ചോണ്ടിരിക്കണേ. വെറുതെ ചോദിച്ചടേ. നമ്മള് പോകാൻ കേട്ട് ഇവിടെ കിടക്കയില്ലേ, അതുകൊണ്ട് ചോദിച്ചതന്നേ ഉള്ളു. അപ്പൊ എന്തോന്നേട്ടാ, എവിടെയെങ്കിലും പോയിറങ്ങുമ്പോ സന്തോഷത്തോടെ പറഞ്ഞോണ്ടേ, ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണ? നിന്റെ വർത്താനം കേട്ടപ്പോ ഞാൻ എങ്ങനെ മറുപടി പറയണം? പൈസയുടെ തിമിര അല്ലാനും തോന്നുന്നു. പൈസയുടെ തിമിരാ? ഞാനൊന്നും പറയാനില്ല. പറഞ്ഞിട്ട് പാടാ ഒരു ടാറ്റ. ഭർത്താവിനെ സൂക്ഷിച്ചുകൊണ്ടാണ്, കയ്യിൽ നിന്ന് പിടിവിടല്ലേ, കൂട്ടം തെറ്റി എവിടെയെങ്കിലും വെക്കളായി. കൂട്ടം തെറ്റി വഴിതെറ്റി പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞു ആവയല്ലേ? എടാ പാട്ട് പാഴ് ഉത്സവത്തിന് നീ ആ പാടം നീ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. എൻ്റെ കൈ തൂക്കി തരണടാ നീ പറഞ്ഞത്.
ഉച്ച കഴിഞ്ഞ് വേണമെങ്കിൽ പോയി കമ്മിറ്റി ഓഫീസിൽ കിടന്ന് കറി മൈക്ക് കൂടാ ശ്രീകുട്ടനെ കാണാനില്ല പെട്ടെന്ന് തന്നെ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്റ്റൈലിന് പറഞ്ഞിട്ട് വരേണ്ടതാണ് കണ്ടാ അവനാണ് ഒരു ചാടാണിക്കുന്നത് വൈകിട്ട് വാ പോ ആ പക്ഷേ ഇനിയിപ്പോൾ കൈവിട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ വഴിതെറ്റി പോയാലാ ഒരു കാര്യം ചെയ്യാം ഞാൻ കൂടെ അങ്ങ് നിൽക്കാം ആ എന്നെ തോളിങ് എടുത്തോ കൊണ്ടുപോ പോ എനിക്ക് നടുവയ്യ നടു. പോ ഡാ, മാമാ വലുതായിട്ട് അവൻ തോളിച്ചെടുക്കണം പോടാ വല്ല കാര്യമുണ്ടോ വന്ന് ചോദിച്ച് മേടിച്ചോണ്ട് പോവാണ് പോടാ മര്യാദയ്ക്കും പോയാ പോരായിരുന്നാ ഞാൻ വരാം നല്ല വേദനക്കുണ്ടാവും. പോട്ടെ അമ്മ. മാറ്റല്ല മാറ്റന്റെ പോകുള്ളത് തിരക്കാണോ? ഇല്ല എന്തോ മക്കളെ കല്ല് നേരത്തെ കളിച്ചോണ്ടിരുന്നപ്പോ പറഞ്ഞ് കല്ലുന്റെ അമ്മയെ കാണാൻ കുഴിപ്പള്ളത്ത് പോണോന്ന്. ആണാ കുഴിപ്പള്ളത്ത് അപ്പൂപ്പനും അമ്മമ്മയ്ക്ക് സുഖമില്ല അതുകൊണ്ടല്ലേ വെച്ച് പോയത് അവർ ആശുപത്രി കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ അവൾക്ക് വിഷമാവും. വിഷമ തീർക്കാൻ അച്ഛൻ എന്ത് ചെയ്യണം? ജംഗ്ഷനിൽ കൊണ്ടുപോകണോ? മുട്ടായി വാങ്ങിക്കാൻ? പണി പാളേ. പണി വാളി നിന്റെ അടവൊക്കെ എനിക്ക് അറിയണേ കൊച്ചു കള്ളി. അച്ഛൻ ഈ കഥ പറഞ്ഞുതരാ? കഥ പറഞ്ഞുതരാം. ഇപ്പം അല്ല, നമുക്ക് രാത്രി കിടക്കാൻ നേരത്ത് അച്ഛൻ കഥ പറഞ്ഞുതരാം കേട്ടാ. മുട്ടായി വാങ്ങിച്ചു തരാം. ചായ അല്ല ഇവിടുന്ന് കുറച്ച് പേര് പുറത്തോട്ടിറങ്ങി പോയില്ല, കാണാനില്ല. ക്യാഷ് ഇവിടെ പോയി. കേശു കോളേജിൽ പോയി. അത് ബ്ലോക്കല്ലേ അന്നത്തെ ഇവിടെയൊക്കെ എന്ത് ബ്ലോക്കാണ്. ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടാവും ചിലപ്പോ. തിരക്കല്ലേ ബസ്സിന് വരുമ്പോഴും. അല്ല നീലു, ഈ ക്യാഷുവേ BA മലയാളം കൃഷി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമല്ല, കേൾക്കാൻ നല്ല രസമുള്ള കാര്യമാണ്. പക്ഷേ അവന്റെ ഭാവിയെ പറ്റി ആലോചിക്കുമ്പോൾ കുറച്ച് പേടിയിരിക്കുന്നുണ്ട്. എന്തിനു പേടിക്കണത്? നമ്മൾ ഈ നാടും വീടൊക്കെ വിട്ട് എല്ലാം ഉപേക്ഷിച്ച് നമ്മളിവിടെ വന്ന് താമസിക്കണ്. നമുക്ക് വലിയ സമ്പാദ്യമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ജീവിക്കുന്നത് സന്തോഷത്തോടെയല്ലേ. അങ്ങനെ അല്ലല്ലേ, ചില സമയം ഞാൻ ഓരോ കാര്യങ്ങൾ പറയാൻ നേരത്ത് ഈ പൈസയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പഴക്കുണ്ടാക്കി വരുമല്ലേ. പൈസ തന്നെ വേണ്ടേ? നീ എന്തിനാണ് ഈ മാമിയെ പോലെ നിന്ന നിപ്പിന് കാരണം പറയണത്? നിന്ന നിപ്പിന് ഫ്ലൈറ്റ് മാറും. എന്തുവാടാ ഞാൻ എന്തുവാടാ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും തല കുത്തി മറിഞ്ഞോണ്ടിരിക്കുവാന്നോ? എന്നെ കുറ്റം പറയാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കല്ലേ. അയ്യോ, എന്നെ കുറ്റം പറയാത്ത ആള് ഞാനേ കുടുംബത്തിനകത്തെ മാമിയെ പറ്റി കുറ്റം പറയുള്ളൂ. മാമി അല്ല, സമൂഹ മധ്യത്തിലാണ് എന്നെ പറ്റി കുറ്റം പറഞ്ഞത്. ഞാൻ എവിടെ വെച്ച് എപ്പോഴാണ് നിന്നെ കുറ്റം പറഞ്ഞിട്ടുള്ളേ? കല്യാണം, അടിയന്തരം, പാലുകാച്ച്, ഇവിടേക്കാണ് മാമിക്ക് എന്നെ കുറ്റം പറയാനുള്ള സ്പോട്ട്. അയ്യാ ഇങ്ങനെ ഇപ്പൊ വിചാരിച്ചുള്ളൂ എന്ത് രണ്ടും കൂടെ തുടങ്ങാത്തേന്ന്. വന്നത് പറ, അത് പിന്നെ ഞാൻ പറയാം. പറയാ ഞങ്ങളെ രണ്ടുപേരെയും കൂടെ വഴക്കുണ്ടാക്കിക്കാനല്ലേ നീ ഇപ്പൊ നോക്കുന്നത്? അതെന്തെന്നറിയാമോ? നീ സദാസമയം ഞാനും മാമിയും തമ്മിൽ വഴക്കൂടുന്നതിന്റെ മനസ്സിങ്ങനെ വിചാരിച്ചുകൊണ്ടേ കിടക്കും. അപ്പൊ ഞാനും മാമിയും തമ്മിൽ മുഖത്തോട് മുഖം നോക്കും, വഴക്കുണ്ടാവും. അത്രേ ഉള്ളൂ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അമ്മ രക്ഷപ്പെടമ്മ. ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല, അല്ലെങ്കിൽ എല്ലാം കൂടെ എന്റെ തലയിലേക്ക് വരും. ക്യാഷ് പോയി, പിള്ളേരെല്ലാം പോയി, ഇതുവരെ വന്നിട്ടില്ല. എവിടെ ഒറ്റ ഒരുത്തിന് എല്ലാവരും മനസ്സിലാക്കണത്. മാമി പോയി ചോദിച്ചു, മാമി ചോദിച്ചു പോ. അമ്മൂമ്മ അവനെ അയ്യോ മക്കള് വന്നാ ബാലു ദേ നമ്മളെ മോന്ന്. എൻ്റെ മക്കള് പഠിച്ച് ക്ഷീണിച്ചവരല്ലേ. പാലില് ആരോഗ്യത്തിന് വേണ്ടി എന്തെങ്കിലും കലയിക്കൊടു, അല്ലെങ്കിൽ പാലിൽ കുറച്ച് കുങ്കുമപ്പൂ കലയിക്കൊടു. വെള്ളറി വെളുത്ത് വന്നെങ്കിൽ ചോങ്കട്ട്. ഞാൻ ഏത്തപ്പഴം മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അല്ല ഇവിടെ കുങ്കുമപ്പൂ ഏത്തപ്പഴം മുട്ടൊക്കെ ഉണ്ടാ? വേണമെങ്കിൽ നട്ട് വളർത്താടാ. അപ്പൊ എല്ലാരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നല്ലേ? സോറി, കുറച്ച് ലേറ്റായി പോയി. അറിയാമല്ലോ, ബ്ലോക്കും കാര്യങ്ങളൊക്കെ, അതുകൊണ്ടാണ് ലേറ്റായി പോയത് കേട്ടോ. നമ്മൾ ഈ പുറത്തിറങ്ങണോട്ട് ഇടയ്ക്കൊക്കെ പുറത്തിറങ്ങാത്തോണ്ട് പുറത്ത് ഒരു വിശേഷം ഇവിടെ അറിയാൻ പറ്റണില്ല. ഭയങ്കര ബ്ലോക്കാണല്ലേ മക്കളെ. അല്ല, ഞാൻ എന്നെ അങ്ങനെ ന്യായീകരിക്കുകയല്ല. കുറെ നാളായല്ലോ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട്. ഇപ്പോൾ കോളേജിലൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി ക്യാൻറ്റീൻ വരെയൊക്കെ പോയിട്ടൊക്കെയാണ് വന്നത്. നന്നായി, അതൊക്കെ വേണം. എന്നിട്ടെന്താ പിള്ളേരൊക്കെ അങ്ങ് പോയോ? പിന്നെ പോവാതെ അവരൊക്കെ കോളേജിൽ തിന്നിരിക്കും. എന്തിനാ മൂമ്മ? അതെ, ഭയങ്കര ക്ഷീണം വെച്ചാ. ഞാൻ ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ടേ കുറച്ചേരം കിടക്കട്ടെ, അപ്പോൾ തന്നെ റെഡിയാവും. എന്തിട്ടി? ആ മാമ എപ്പോ വന്ന്? നമ്മള് കുറച്ച് നേരത്തേക്ക് വന്നു. ആണാ? അത്യാവശ്യം ഉണ്ടായിരുന്നു. പറഞ്ഞാലേ പെരുമ്പാര് പോയിട്ട് എന്തായി? കൂട്ടുകാരനെ കണ്ട? പുള്ളിക്കാരനെ വീട്ടിലോട്ട് വിളിച്ചാ? നമ്മളവിടെ പോയപ്പോ അയാൾ അവിടെ നിന്ന് പോയി. എവിടെ പോയി? ഗൾഫിൽ പോയി. ശോ, എന്തൊരു പരിപാടി? ഒന്നുമില്ലെങ്കിൽ ആ പുള്ളി മാമൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകണ്ടേ? ഇതിപ്പോ നിങ്ങൾ അവിടെ വരെ പോയി യാത്ര ചെയ്യണം മാത്രമായില്ലേ? പിന്നെ
കഷ്ടമായി പോയല്ലേ അത്. എന്നാ പിന്നെ ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആവട്ടെ അച്ഛാ. അല്ല അങ്ങനെ പോവല്ലേ. കോളേജിലെ വിശേഷങ്ങള് മൊത്തം പറഞ്ഞിട്ട് പോയാൽ മതി. കോളേജിൽ എന്തൊരു വിശേഷം? ആലോചിച്ച് നോക്ക്, ഒരുപാട് വിശേഷങ്ങളില്ലേ. ആ അങ്ങനെയാണെങ്കിൽ ഒരു സംഭവം നടന്നു. ആ ഞങ്ങളുടെ ടീച്ചറെ എന്നോട് പറഞ്ഞ് വേണമെങ്കിൽ, അതായത് BA മലയാളത്തിന് ഇത്തവണ കേരളത്തിൽ ഫസ്റ്റ് റാങ്ക് കിട്ടാൻ പോണത് നമ്മുടെ കോളേജിലായിരിക്കുമെന്ന്. ആ ഞാൻ ശ്രമിച്ചാൽ എന്നിലൂടെ കിട്ടുമെന്നാണ് ഉദ്ദേശിച്ചത്. ആ ഞാൻ പറഞ്ഞേ ടീച്ചറെ വേണ്ട, അത്ര വലിയ പ്രതീക്ഷയൊന്നും ഇനി വെക്കേണ്ടത്. നമുക്കും അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല അല്ലേടി. അതെ, ഞാൻ വലിയ പ്രതീക്ഷ ഒന്നും കൊടുക്കണ്ട. മാർക്ക് കിട്ടിയേ കിട്ടാതിരിക്കുക, ജയിക്കാതിരിക്കുക, തോക്കാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചേട്ടാ, അതൊന്നും ഒരു വിഷയമല്ല. അമ്മ എന്തിനാ പറയണ തോക്കുന്നാ? എന്തിനാ നാട്ടുകാർക്ക് മൊത്തം എന്നെ പ്രതീക്ഷയുണ്ട്, വീട്ടുകാർക്കാണ് പ്രതീക്ഷ ഇല്ലാത്തത്. ബാ അച്ഛ ഒരു കാര്യം സംസാരിക്കട്ടെ. ബാ, എടാ മോനെ ബാലു, നീ അവനെ എവിടെ കൊണ്ടുപോവാ? ഞാനും എൻ്റെ മോനും സംസാരിക്കുന്നിടത്ത് ആരും വന്ന് ശല്യം ചെയ്തു. എന്തിനു സംസാരിക്കാൻ പോണ? വാടാ മക്കളെ, എന്ത് ചേ? വാ കാര്യം പറ. എന്നിട്ട് വാടാ. എന്ത് പറയാ? നീ ആരടുത്തടാ കള്ളാൻ പറയാൻ നോക്കണ? നീ വളർന്ന് കാള പോലെ ആയില്ലടാ, അതിന്റെ തൊലിയെ ഞാടിച്ച് പൊളിച്ചടാ. ഇല്ലടാ അവിടെ. തൊലഞ്ഞ് ചെറുക്ക എന്റെ കണ്ണുവെട്ടത്തുനിന്ന് മാറിയപ്പോഴേ വളർത്തി വച്ചേക്കണമെന്നല്ലേ നാട്ടുകാർ പറയുള്ളൂ. ഉഴപ്പവൻ പണ്ടേ ഉഴപ്പനാണ്. ഉഴപ്പി ഇവ ഇങ്ങനെ ആയി. അവൻ്റെ അടുത്ത് പഠിക്കണുണ്ടാ ചോദിക്കുമ്പോഴേ അവന് പ്രൊജക്ട് ലീവ്, മറ്റേ ലീവ്, മറിച്ചേ ലീവ്. ഇല്ലടാ ഇവിടെ ആയിരുന്നടാ കോളേജില്. കോളേജ് ഉച്ച വരെ പാർക്കില്, ഉച്ചയ്ക്ക് ശേഷം സിനിമാ തിയേറ്ററിൽ. അതാണോടാ നിന്റെ പ്രൊജക്ട്? എന്നാലും നീ എൻ്റെ 500 രൂപയും കൊണ്ട് സിനിമയ്ക്ക് പൊക്കളഞ്ഞല്ലോടാ. എല്ലാം പ്ലാനിങ് ആണ്. രാവിലെ ആ പാല് ഇവിടെ കിടന്ന് കറങ്ങിയപ്പോഴേ തോന്നി ചീനിയാ വഴുതലങ്ങ ചാമ്പ അമരക്കേ. അതിന്റെ പേരെന്താ? ചീനു. അവലക്ഷണം കണ്ട ഒരുത്തൻ. അവൻ എന്നെ വിളിക്കണ് അച്ചാന്ന്. അച്ചാന്നല്ലേ വിളിക്കുന്നത്, അതുകൊണ്ട് ഞാനും വിളിച്ചോട്ടാന്ന്. അപ്പോഴേ തൂക്കിയെടുത്ത് വെളി കളയണ്ടേ? അവളെ അടുത്ത് പാറവട എറിഞ്ഞവനാ. എത്ര നാളായടാ ക്ലാസ് കട്ടിയാൻ തുടങ്ങിയിട്ട്? അതിന് കോളേജ് ഉണ്ടോ ഇല്ലെന്ന് ആർക്കറിയാം. അവന്റെ പ്രൊജക്ട് ലീവിന്റെ ഇടയ്ക്ക് സ്പെഷ്യൽ ക്ലാസ് അല്ലടാ. എന്റെ പ്രതീക്ഷ മുഴുവൻ നശിച്ച്. ഈ ചെറുക്ക് എന്നെ പോലെ നശിച്ച് നാരായണ വരുന്നോണ്ട്. എടാ നിർത്തടാ, അവനെ വേറെ ആരെ പോലും ആയിക്കോട്ടെ, നിന്നെ പോലെ ആവാതിരുന്നാ മതി. അതിനിടയിൽ മാമി എന്നെ കുത്തി പറയും. എൻ്റെ ദൈവമേ, ഞാൻ നരകത്തിൽ നിന്നാണല്ലോ പെണ്ണെടുത്തത്. നാളെ സിനിമയ്ക്ക് പോണ്. കേശു, നീ സിനിമയ്ക്ക് പോയത് തെറ്റൊന്നുമല്ല. സിനിമയ്ക്ക് എല്ലാവരും പോകുന്നതാ. തെറ്റെന്ന് വെച്ചാൽ നീ പറയാതെ പോയതാ തെറ്റ്. നിന്നോടൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ ഒരു കാര്യം പറയാതെ ചെയ്യരുതെന്ന്. ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് തുടങ്ങിയ പിന്നെ അത് ശീലമാവും. ഇവൻ തോക്കും കേട്ടാ, ഇവൻ തോക്കും. ഞാൻ നെയ്യാറ്റിക്കരെ പോയി നീ എന്തോന്ന് പോയി പറയൂടാ. നീ തോറ്റ കഴിഞ്ഞാ ഞാൻ എൻ്റെ അച്ഛൻ്റെ വരെ മൊത്തങ്ങനെ നോക്കൂടാ. അവന്റെ അച്ഛന്റെ അതേ സ്വഭാവം. എന്തെങ്കിലും കള്ളത്തരം ആരെങ്കിലും പിടിച്ചു അറിഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചത്തടിയായി, നിലവിളിയായി, ബഹളമായി. അപ്പൊ പിന്നെ ആരും ഒന്നും ചോദിക്കത്തില്ലല്ലോ. അടികിട്ടണ എന്തിനാ പിടിച്ചു മാറ്റാൻ പോയത്? അടിക്കട്ടെ, അതുകൊണ്ടാ ഞാൻ മിണ്ടാതെ നിന്നത്. കുറവാണ്. ഞാൻ പടത്തിന് പോയി ശരി തന്നെ. ഞാൻ ഇനി പടത്തിന് നോക്കിയോ? നീ പോകോടാ പടത്തിന്. നീ അമ്മ എനിക്ക് 19 വയസ്സായപ്പോ 19 വയസ്സ്. ഇല്ല, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു നിനക്ക് 19 വയസ്സായെന്ന്. നമുക്ക് അറിയില്ലായിരുന്നു. എന്റെ കൂടെ പഠിക്കുന്നവരൊക്കെ എല്ലാ ദിവസവും കോളേജ് കട്ട് ചെയ്ത് പോവാണ് ഓരോ സ്ഥലത്തും കറങ്ങാൻ. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒറ്റ ദിവസം എന്റെ കണ്ടകശനിക്ക് ഞാൻ പോയി. ഒറ്റ ദിവസം നമ്മൾ കണ്ടതുകൊണ്ടാണ് ഒറ്റ ദിവസമായത്. ആര് പറഞ്ഞു ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ പോണത്? 2 മണി വരെ ഞാൻ കോളേജിൽ ഇരുന്ന്. അല്ല, ഈ പറയണ മാമനും അച്ഛനും പറയാൻ പറ്റുമോ? നിങ്ങൾ മാമനും അച്ഛനും പറയാൻ പറ്റുമോ അതിന്റെ ഇടയിൽ കോളേജ് നിങ്ങൾ കട്ടിയായിട്ട് പോയിട്ടില്ലെന്ന്? ശബ്ദം താഴ്ത്തി പറയടാ. ഇത് താങ്കളെ കഴിവില്ലടാ. എൻ്റെ ചെറുക്ക നശിച്ചടാ. എനിക്ക് വയ്യടാ. അയ്യോ, എനിക്ക് താങ്കളെ കഴിവില്ലടാ. പൊന്നച്ച, ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് പോണത്. ഞാൻ പറഞ്ഞില്ലേ, അതാ ചീനോ അലവലാതി അവൻ നിർബന്ധിച്ചോണ്ട് മാത്രമാണ് പോയത്. നിന്റെ ചീനോ അവനങ്ങനെ ഈ വീടിന്റെ പരിസരത്ത് കയറിയിട്ട് എന്റെ മുട്ട് കഴിക്കാൻ തല്ലു പിടിക്കുക. പറഞ്ഞേക്കെ ഓരോ കൂട്ടുകെട്ട്. ഇനി ഞാൻ പോവില്ല. അല്ലേലും അങ്ങനെ ഓവറായിട്ട് നല്ലവനായാലും പ്രശ്നം തന്നെ. ഇന്നൊരു ദിവസം കൊണ്ട് നിർത്താൻ തന്നെയായിരുന്നു എന്റെ പ്ലാനും. അയ്യോ, കൂടുതൽ അഭിനയിക്കരുത്. ഇന്ന് പിടിച്ചതുകൊണ്ടാണ് നീ ഒറ്റ ദിവസം നടക്കണം. നീ പല ദിവസം ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവും. നമ്മൾ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതേപോലെ തിയേറ്ററിൽ വെച്ച് കണ്ടിട്ടുണ്ടാവില്ല.
കൂടുതൽ അഭിനയിക്കരുത് എൻ്റെ അടുത്ത്. എന്നാലും ഏത് നശിച്ചവനാണോ എന്തോ എന്നെ തിയേറ്ററിൽ പറഞ്ഞു കൊടുത്ത് ഇത് ആര്? ഞാനാണ് കണ്ടത്. ഞാനും അവളും. എപ്പ? പെരുമ്പാവൂര് പോയില്ല. പടം കാണാൻ ഉച്ചക്ക് കയറി. എങ്ങനെ പെരുമ്പാവൂര് പോയപ്പോഴത്തേക്ക് അവിടെ പോയപ്പോ അവിടെ ആളില്ലായിരുന്നു. അപ്പൊ തിയേറ്ററിൽ പോയി. എന്ത്? അല്ല പക്ഷേ ഈ പെരുമ്പാവൂരിൽ നിന്ന് ഇവിടെ വരെയുള്ള ടൈം ഗ്യാപ്പ് അങ്ങോട്ട് സെറ്റ് ആവണില്ലല്ലോ മാമ. ടൈം ഗ്യാപ്പ് സെറ്റ് ആവാൻ മെട്രോയിൽ വന്ന്. പെരുമ്പാവൂര് മെട്രോ ഇല്ല. ആലുവരെ മെട്രോ പണിഞ്ഞിട്ടുള്ളൂ ഇതുവരെ. മാമി അമ്മൂമ്മ ചോര് സത്യം പറയിപ്പിക്കാം അമ്മൂമ്മ. സത്യം പറ മോളെ, നിങ്ങൾ അവന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയതാണോ? കൈ മാറ്റടാ, കള്ളത്തരം കാണിക്കാത്ത കൈ മാറ്റടാ. നിന്റെ മുടി ഒതുക്കലപ്പോ. പറ മോളെ, സത്യം പറ. എന്താടാ തള്ള ആടണത്? പറ. ചേച്ചി സത്യം പറഞ്ഞാൽ ഞാൻ നിരപരാധിയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് എല്ലാവരും വിളിച്ചോണ്ട് പോവാന്ന്. അപ്പം ഈ ശ്രീ പറഞ്ഞ് നമ്മൾ കുറേ നാളായില്ലേ ഫ്രീ ആയിട്ട് പുറത്ത് പോയിട്ട്, അപ്പം നമുക്ക് ഒരുമിച്ച് പോവാം. അങ്ങനെ നമ്മൾ ഹോട്ടലിലും മോളിലും പറ പോരട്ടെ. പിന്നെ ഉച്ചയ്ക്ക് സിനിമയ്ക്ക്. ഇത് അടുക്കളയിൽ രാവിലെ വെച്ച് എനിക്കൊരു സംശയം തോന്നിയതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളെന്തിനാ അവരുടെ കാര്യത്തിൽ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം ഇല്ലേ, അതുകൊണ്ടാണ് മിണ്ടാതെ. എന്തായാലും പുറത്ത് വന്നല്ലോ, നന്നായി. നിങ്ങൾക്ക് എവിടെ പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലേ? നമ്മളോട് എൻ്റെ അമ്മായിയമ്മ സ്വാതന്ത്ര്യം തരണില്ലേ? അതുകൊണ്ട് അവരെ പേടിച്ചാണ് നിങ്ങൾ പോയത്. അമ്മയെ പേടിച്ചാ പോയത്. അമ്മമാരെ ഏതായാലും സ്വസ്ഥത കിട്ടാൻ വേണ്ടിയാ പോയത്. അങ്ങനെ തെളിച്ച് പറ. അതുകൊണ്ടാണാ? മനസ്സിൽ പോലും വിചാരിച്ചില്ല. ആണാണോ ശ്രീകുട്ട? തന്നെ മാമി ഇവിടെ നിൽക്കുന്നുണ്ട്. മാമിയുടെ പറയാതെ പോയെന്ന് പറഞ്ഞാൽ മാമിയുടെ ശല്യം കരുതി പോയതാണ്. അങ്ങനെയല്ലേ? മനസ്സാവാതെ അറിയാത്ത കാര്യം പറയാതെ. പോത്തോല വളർന്നിട്ടും എന്തിനാണ് പോത്തോല വളർന്നിട്ട് ഈ കള്ളം പറഞ്ഞു പോണത്? സത്യം പറഞ്ഞിട്ട് പോയിക്കൂടെ? കേട്ടില്ലാണ് നിന്റെ അടുത്ത് തന്നെ ചോദിക്കണത്. അവന്റെ അടുത്തല്ല, നിന്റെ അടുത്ത ചോദിച്ചത് ഞാൻ. ഇതൊക്കെ കണ്ടല്ലേ പിള്ളേര് പഠിക്കണത്. എനിക്കറിയാം അവനോട് ചന്ത, സൂപ്പർ മാർക്കറ്റ്, കട എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഇഷ്ടമില്ലാത്തോണ്ടാ. അമ്മ അങ്ങനെയൊന്നും പറയല്ലമ്മ. ഇപ്പൊ പോയത് പോട്ട്, ഇനി മേലെ ആവർത്തിക്കരുത്. മാരേജ് നിന്നെ അല്ല മോളെ ഞാൻ പറഞ്ഞത്. ഇവന്റെ സ്വഭാവം മാറി. ഇവനെ ഞാനുണ്ടല്ലോ ഇതുപോലുള്ള കുറെ പെങ്കോത്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടടാ. ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, സൂക്ഷിച്ച് സംസാരിക്കണം.